അവന്റെ പ്രാണന്റെ അകൃത്യാഗമായി തീർന്നിട്ട് അവന് സന്തതിയെ കാണണം, തന്റെ വംശത്തെ കാണണം. ക്രിസ്തുവെ തകർത്തിട്ടാണ് മക്കളെ ജനിപ്പിച്ചത്. ഇത് മക്കളെ ജനിപ്പിക്കുന്ന ഒരു വിധമാണ്. പല രീതിയിലാണ് മക്കളെ ജനിപ്പിക്കുന്നത്. ആദ്യത്തെ മണ്ണ് കൊണ്ടൊരു രൂപം ഉണ്ടാക്കി, മനുഷ്യനെ ഉണ്ടാക്കി, അതിലേക്ക് ജീവശ്വാസം ഊതി. രണ്ടാമത്തെ മനുഷ്യനെ ആദത്തിന്റെ വാരിയിൽ ഊരിയെടുത്തിട്ടാണ് രണ്ടാമത്തെ മനുഷ്യൻ ഉണ്ടാക്കിയത്. പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്ന് മൂന്നാമത്തെ മനുഷ്യൻ മുതൽ തുടങ്ങി പ്രസവത്തിലൂടെ. പ്രവാചകൻ പറയുകയാണ്, എബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കരിക്കേണ്ട. ദൈവത്തിന് വേണമെങ്കിൽ ഈ കല്ലുകളിൽ നിന്ന് ദൈവത്തിന് മക്കളെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ദൈവത്തിന് എവിടെ നിന്ന് വേണമെങ്കിലും മക്കളെ ഉണ്ടാക്കാം. മണ്ണിൽ നിന്ന് ഉണ്ടാക്കാം, എല്ലിൽ നിന്ന് ഉണ്ടാക്കാം, ബീജത്തിൽ നിന്ന് ഉണ്ടാക്കാം, കല്ലിൽ നിന്ന് ഉണ്ടാക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും ഉണ്ടാക്കാം. പല പല മെത്തേഡുകളാണ്. എന്നാൽ ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ മക്കളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മണ്ണിൽ നിന്നുമല്ല, എല്ലിൽ നിന്നുമല്ല, കല്ലിന്നുമല്ല, പുരുഷ ബീജത്താലും അല്ല, ദൈവവചനത്താൽ ഒരുവനെ തകർത്തിട്ടാണ് മക്കളെ ജനിപ്പിക്കുന്നത്.